മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ എന്നോട് ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദീർഘകാലമായിട്ട് ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് നിന്ന ഒരാളാണ്. എൻ്റെ പിന്നെ പ്രവർത്തന കാലഘട്ടത്തിനിടയിൽ ഒട്ടേറെ വ്യക്തിപരമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു ത്യാഗമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. രക്തസാക്ഷികളുള്ളൊരു പ്രസ്ഥാനത്തിനകത്ത് ഏതെങ്കിലും ചെറിയ സംഗതി ഒരു ത്യാഗമൊന്നുമില്ല. പക്ഷേ കടുത്ത അവഗണനയുണ്ട്. അത് ഇനി ആ അവഗണന അനുഭവിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞാനതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറി നിന്ന് ജനങ്ങൾ എന്നെ ജയിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ച് ഒരു അരികു പറ്റി അങ്ങ് പോകും. ഞാൻ ആരെയും വെല്ലുവിളിക്കാനൊന്നുമില്ല. CPM പോലൊരു പാർട്ടി സമൂഹത്തിൽ അനിവാര്യമാണ്. ഈ വർഗീയതയൊക്കെ ഇങ്ങനെ ശക്തപ്പെടുന്ന ഘട്ടത്തിൽ ആ പാർട്ടീനെ ദുർബലപ്പെടുത്തുന്ന ഒരു പണി എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഞാൻ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ച് ഒരു അരികു പറ്റി പോകും. നമ്മളെ അവഗണിക്കുന്നിടത്ത് നമ്മൾ പോയി ഒരു സാന്നിധ്യമായി നിന്നിട്ട് പിടിച്ചു കയറാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞാൻ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ തുടരും. പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ നമ്മൾ ശക്തമായിട്ട് തുടരും. 2-3 വ്യക്തികളുടെ പിന്നെ വ്യക്തിപരമായ വൈരാഗ്യമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിന്നു കൊടുക്കാൻ നമുക്ക് തയ്യാറില്ല. അവരോട് തിരിച്ച് വെല്ലുവിളിച്ച് ആക്രമിച്ച് സംഘടിപ്പിച്ച് പിടിച്ചെടുക്കാനെന്നുള്ള ഒരു നിലപാട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. വളരെ അരികു പറ്റി നമ്മൾ പോകാനേ ഉദ്ദേശിക്കുന്നു. ഈ മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടോ? അതിനെപ്പറ്റി ആലോചന ഉണ്ടോ? മറ്റ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് എന്നെ സമീപിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് നന്ദി പറഞ്ഞ് പിന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു. ഇപ്പം നിലവിൽ മറ്റു പാർട്ടികളിലേക്ക് പോകും? നിലവിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്കൊന്നും പോകുന്നില്ല. ഇല്ല. സംഘടനാ സംവിധാനത്തിന് വിട്ടു നിൽക്കും. സംഘടനാ സംവിധാനത്തിന് വിട്ടു നിൽക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയ വനവാസമൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് പിന്നീടുള്ള സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ പരിശോധിച്ചിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളതല്ല. ആ സമയത്ത് സ്റ്റാൻഡ് എടുക്കും.